This is Soumya from Finance and Commerce. Welcome to my channel and please subscribe. Hi all, welcome you all to the Financial Management lecture series. We are discussing about the cash budget methods, and the first method, that is receipt and payment methods, are already covered. The next method is adjusted profit and loss method. This method is similar to the preparation of cash flow statement, and here the cash forecast is prepared by adjusting the profit as shown in the forecasted profit and loss account. So here we start with profit. Profit as mentioned in the profit and loss account, that is forecasted profit and loss account. Then we have to add some items and deduct some items. First of all, we have to add all the non-cash expenses. All the non-cash expenses have to add to this profit, because in this profit already non-cash expenses are deducted. So we have to add back it. Then decrease in working capital. Decrease in working capital items should be added to the profit. Then capital income. Capital income must be added. And then finally opening cash balance must be added. So these are the four items we have to add to the forecasted profit, and we have to deduct increase in working capital item. Here decrease, so here increase. Increase in working capital items, that must be deducted. Then capital expenses, because for meeting capital expenses cash is must. So capital expenses should be deducted. So here closing cash balance is determined by adjusting non-cash expenses, decrease and increase in working capital items, capital income and expenses, and opening cash balance with adjusted profit or forecasted profit. So we got closing cash balance. This is the procedure under adjusted profit and loss method of preparing cash budget. Adjusted profit and loss account അനുസരിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ പ്രൊജക്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടുണ്ട്, ഒപ്പം ക്ലോസിംഗ് ബാലൻസുകളും തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ് അനുസരിച്ചിട്ട് എങ്ങനെ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് കാണാം. ഇവിടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ് അനുസരിച്ചിട്ട് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 36,000. ആൻഡ് അതിനോടുകൂടി നമ്മൾ നോൺ ക്യാഷ് ഐറ്റംസ് ആഡ് ചെയ്യാം. ഇവിടെ നോൺ ക്യാഷ് ഐറ്റം വരുന്നത് ആകെ വരണേ ഉള്ളൂ ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി ബീയിങ് 6,000. ദെൻ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഐറ്റംസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ് ആവാം. അപ്പോൾ ഇവിടെ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് വരുന്നുണ്ട്. ബിൽസ് റിസീവബിൾ 20,000 ഉണ്ടായിരുന്നത് 16,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിക്രീസ് ഇൻ ബിൽസ് റിസീവബിൾ 4,000 വരുന്നു. ആൻഡ് പ്രീപെയ്ഡ് കമ്മീഷനും 2,000 ഡിക്രീസ് വരുന്നുണ്ട്. ദെൻ ബിൽസ് പേയബിൾസിന് ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. ബിൽസ് പേയബിൾ 40,000 ഉണ്ടായിരുന്നു 45,000 ആയി. അങ്ങനെ 5,000 ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി, അതും ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന് കാരണമാണ്. ദെൻ ക്യാപിറ്റൽ ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യാം. ഇവിടെ ക്യാപിറ്റൽ ഇൻകം വരുന്നുണ്ട്, കാരണം ഷെയർ ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 2 lakhും ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 3 lakhും ആണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കൂടി, ദാറ്റ് മീൻസ് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ അവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ ഇൻകം. അതിനുശേഷം നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആഡ് ബാക്ക് ചെയ്യുക. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട് 1,23,000 എന്നുള്ളത്. ഇതെല്ലാം ആഡ് ബാക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറയ്ക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഐറ്റംസ് ആണ്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഐദർ ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ് ഓർ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ്. അതാണ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ്സ് കൂടിയിരിക്കുന്നത് ഡെപ്റ്റേഴ്സ് കൂടി, അതുപോലെ ഇൻവെൻട്രീസും കൂടിയിട്ടുണ്ട്. ലയബിലിറ്റീസിൻ്റെ കേസിൽ വരുമ്പോൾ ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു, അപ്പം ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റും കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഐറ്റംസ് നമ്മൾ കുറയ്ക്കും. അതോടൊപ്പം ക്യാപിറ്റൽ എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ കുറയ്ക്കണം. ഇവിടെ മെഷീനറി പർച്ചേസ് നടന്നപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. 80,000 ആണ് തന്നിരിക്കുന്നത്. ആൻഡ് 44,000 ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് 44,000 നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് 36,000 നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നുണ്ട്. 6,000 ഓൾറെഡി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഡിപ്രിസിയേഷനായിട്ട്, അപ്പോൾ അതിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഫർണിച്ചർ നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. 20,000 ആണ് അതിൻ്റെ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. തന്നിട്ടുണ്ട് ഡീറ്റെയിൽസിൽ 10,000 ആണെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അനുസരിച്ചിട്ട് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദ ഫൈനൽ മെത്തേഡ് ഓഫ് ക്യാഷ് ബഡ്ജറ്റ് ഈസ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് a forecasted balance sheet is prepared by using assets and liabilities except cash, and the balancing figure is assumed to be cash. The liabilities are greater than asset, that is, it means cash balance. Okay, then if assets is greater than liabilities, the difference is assumed to be bank overdraft. So this is a procedure for preparing cash budget under balance sheet method. Balance sheet method അനുസരിച്ചിട്ട് എങ്ങനെ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് കാണാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ക്യാഷ് പൊസിഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ബഡ്ജറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റ് മെത്തേഡ് അനുസരിച്ചിട്ട് നമ്മൾ ബഡ്ജറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെ. ആദ്യം ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ 2 lakh എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പ്യൂട്ട് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് 24,000 ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, റിസർവ് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 30,000 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ ഡിവിഡൻഡ് കുറയ്ക്കാം. ഡിവിഡൻഡ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് 10% ആണ് പറഞ്ഞിരിക്കുന്നത്. 2 lakh ക്യാപിറ്റൽ 10%, അങ്ങനെ 20,000 ഡിവിഡൻഡ് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കാം. അപ്പോൾ 34,000 ആണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ആയിട്ട് കിട്ടുക. അതാണ് 34,000. ദെൻ കറണ്ട് ലയബിലിറ്റീസിൽ ട്രേഡ് ആൻഡ് അതർ ട്രേഡ് പേയബിൾസ് അത് 8,000 ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ മെൻഷൻ ദാറ്റ് ട്രേഡ് പേയബിൾസ് ആർ ലൈക്ലി ടു ബി ഡബിൾഡ്, അത് ഡബിൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 16,000 ട്രേഡ് ആൻഡ് അതർ ട്രേഡ് പേയബിൾസ് ആയിട്ട് വരുന്നു. അപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 2,50,000 ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ അസറ്റ്സിൽ നോൺ കറണ്ട് അസറ്റ്സിൽ ഫിക്സ്ഡ് അസറ്റ്സ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 1,60,000 ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സ്ഡ് അസറ്റ്സ്. അപ്പോൾ ആ 1,60,000 നമുക്ക് ഉറപ്പാണ്. ആൻഡ് ദെൻ പറഞ്ഞിട്ടുണ്ട് മെഷീനറി നമ്മൾ അക്വയർ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. 15,000 എക്സ്പെൻഡിച്ചർ വരുന്ന മെഷീനറി നമ്മൾ അക്വയർ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 1,60,000 കൂടെ 15,000 കൂടി നമ്മൾ ആഡ് ചെയ്യാം. ഒപ്പം നമ്മൾ ഡിപ്രിസിയേഷൻ 10,000 പറഞ്ഞിരിക്കുന്നത് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ എമൗണ്ട് നമുക്ക് 1,65,000 കിട്ടും. ദെൻ കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രീസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 16,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്റ്റോക്ക് ലെവൽ ഈസ് പ്രൊപ്പോസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ 100%. 16,000 കൂടി ഇൻക്രീസ് ചെയ്യാൻ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 16,000 കൂടി ആഡ് ബാക്ക് ചെയ്യുക. അങ്ങനെ 32,000 നമുക്ക് കിട്ടും. ദെൻ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് സെയിൽസ് ബഡ്ജറ്റ് ഷോസ് സെയിൽസ് ഓഫ് 2,40,000. 2,40,000 ആണ് സെയിൽസ് ബഡ്ജറ്റിൽ സെയിൽസ് പറഞ്ഞിരിക്കുന്നത്. ആ 2,40,000 ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദേ ആർ എസ്റ്റിമേറ്റഡ് ടു ബി ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2 months. 2 months അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 2 months ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കണക്കാക്കണം. അപ്പോൾ 2,40,000
ഡിവൈഡ് ബൈ 12 2 മന്ത്സിലേക്കുള്ളത്, അതായത് 1 മന്തിൽ എത്ര വരും എന്നുള്ളത് ഡിവൈഡ് ബൈ 12 എന്ന് പറയുമ്പോൾ നമുക്ക് 20,000 കിട്ടും. ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 മന്ത്സിലേക്കുള്ളത് നമുക്ക് 40,000 ആണ് നമുക്ക് ട്രേഡ് റിസീവബിൾസിൽ നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുന്നത് 40,000 ആണ്. അപ്പം നമുക്ക് ഇത്രയും ഫിഗേഴ്സാണ് നമുക്ക് വേണ്ടത്. ബാലൻസ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത്. പക്ഷെ അതിനു മുൻപ് നമുക്ക് അറിഞ്ഞിരിക്കണം ലയബിലിറ്റി സൈഡ് ആണോ കൂടുതൽ അസറ്റ് സൈഡ് ആണോ കൂടുതൽ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ നമുക്ക് ഓൾറെഡി 2,50,000 ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി അസറ്റ് സൈഡിലെ ടോട്ടൽ എന്ന് പറയുന്നത് അതിനേക്കാളും കുറഞ്ഞ ഫിഗറാണ്. അപ്പോൾ അതുകൊണ്ട് 2,37,000 ആണ് നമുക്ക് അസറ്റ് സൈഡ്സിൽ ടോട്ടൽ വരുന്നുള്ളൂ. അതുകൊണ്ട് ലയബിലിറ്റീസ് കൂടുതലും അസറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ബാലൻസ് 13,000 എന്ന് പറയുന്നത്, ഈ 13,000 എന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗർ ആണ്. അതാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് മെത്തേഡ് അനുസരിച്ചിട്ട് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. So these are the 3 methods for preparing cash budget. Let us discuss more about working capital management in the upcoming videos. Thank you. So, hope you like this video, and if you do, please subscribe and turn on notification by hitting that bell icon. Thanks a lot for watching. See you. Take care.